നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി നോക്കി നിൽക്കാതെ വന്ന് സഹായിച്ചൂടെ? ദേഹത്ത് തൊടാതെ വീണടക്കുന്ന ഒരാളെ സഹായിക്കാനൊന്നും എനിക്കറിഞ്ഞൂടാ. തൊട്ടോ സൂക്ഷിച്ചു. വാ അവിടെ ഇരിക്ക. നല്ല ചതവുണ്ടാവും. ഇവിടെ കുഴമ്പ് വല്ലത് ഇരിപ്പുണ്ടോ? അലമാരയിലുണ്ട്. ഇപ്പൊ വരാം. ഗിരിയേട്ട ഷർട്ട് ഊരുന്നില്ലേ? ഇതെങ്ങനെ പറ്റിയതാ? അത് സ്കൂളിൽ പഠിക്കുമ്പോ പറ്റിയതാ. എന്റെ അച്ഛൻ മദ്യദുരന്തത്തിന് കാരണക്കാരനാണെന്നല്ലേ പോലീസ് പറഞ്ഞത്. അതിലും മരിച്ചു പോയവരിൽ ചിലരുടെ ബന്ധുക്കൾ എന്റെ സ്കൂളിലും ഉണ്ടായിരുന്നു. അച്ഛൻ മരിച്ചു പോയതുകൊണ്ട് ദേഷ്യം തീർക്കാൻ അവർക്ക് വേറെ ആരെങ്കിലും കിട്ടണമായിരുന്നു. അതിന് പറ്റിയ ആള് കൊലയാളിയുടെ മകനാണല്ലോ. അന്നൊക്കെ എനിക്ക് സ്കൂളില് ദിവസവും അടിയുടെ പൂരമായിരുന്നു. മരിച്ചുപോയുള്ള ഒരാളുടെ മകനും എന്റെ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അച്ഛൻ മരിച്ചതിന്റെ പ്രതികാരം ചെയ്യാൻ അവനൊരു വെട്ടുകത്തിയുമായിട്ട് വന്നു. പുറകില് വെട്ടുകത്തി കൊണ്ട് ഒറ്റ വെട്ട്. അതിന്റെ പാടാ ഈ കാണുന്നത്. ആദ്യമായിട്ട് ആയുധം പിടിച്ചതുകൊണ്ടായിരിക്കും അവന്റെ കൈ ഒന്ന് വിറച്ചു. അതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. ഗിരീട്ടൻ അയാൾക്കെതിരെ പരാതി കൊടുത്തില്ലേ? ആ ചെക്കന് നഷ്ടപ്പെട്ടത് സ്വന്തം അച്ഛനെയാ. അച്ഛൻ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വേദന എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പരാതി ഒന്നും കൊടുത്തില്ല. സ്കൂളിലെല്ലാരും എന്നെ ഒരു കുറ്റക്കാരനായിട്ടാണ് കാണുന്നതെന്ന് തോന്നിയപ്പോ സ്കൂളിൽ പോകാനും തോന്നിയില്ല. അതിന്റെ കൂടെ വീടിന്റെ പ്രാരാബ്ദം കൂടി വന്നപ്പോ ഞാൻ പഠിപ്പ് അങ്ങ് നിർത്തി. അച്ഛൻ മരിച്ചിട്ടും വർഷങ്ങളോളം നാട്ടുകാരെന്നെ ഒരു കൊലയാളിയുടെ മകനായിട്ട് മാത്രമാണ് കണ്ടത്. ഞങ്ങളെ സഹായിക്കാൻ ഈ നാട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ എല്ലാരും ഒറ്റപ്പെടുത്തി. അങ്ങനെ എല്ലാരും കൈവിട്ടപ്പോഴാ ഗോപാൽജി ഞങ്ങളെ സഹായിച്ചത്. അപ്പോ അയാളോട് നന്ദി കാണിക്കുന്നതിൽ തെറ്റുണ്ടോ? എന്റെ അച്ഛൻ ആ ദുരന്തവുമായി ഒരു ബന്ധവുമില്ലെന്ന് എനിക്ക് ഉറപ്പാ. ചെയ്യാത്ത തെറ്റിന് അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ വെച്ച് കൊന്നു. അച്ഛന്റെ ദുരിതം അതോടെ അവസാനിച്ചു. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിന് അതിന്റെ വിഷം അനുഭവിക്കേണ്ടി വന്നത് വർഷങ്ങളോളം. ഇന്നും എന്നെ നാട്ടുകാർ കാണുന്നത് ഒരു കൊലയാളിയുടെ മകനായിട്ടാ. എന്റെ അമ്മയ്ക്കും അനിയത്തിക്കും ഒക്കെ അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അച്ഛനെ കുറിച്ച് പറഞ്ഞ് ആരും കളിയാക്കാതിരിക്കാനാ ഞാൻ ആദ്യമായിട്ട് തല്ലുണ്ടാക്കിയത്. പേടിപ്പിച്ചു കഴിഞ്ഞ നാട്ടുകാർ മുഖത്ത് നോക്കി കുറ്റം പറയില്ല എന്ന് മനസ്സിലായപ്പോ ഞാൻ എല്ലാത്തിനും മറുപടി തല്ലാണെന്ന് മനസ്സിലാക്കി. ചുരുക്കം പറഞ്ഞ പോലീസാ എന്നെ ഗുണ്ടയാക്കിയത്. അപ്പൊ പോലീസുകാരോട് ഞങ്ങൾക്ക് ദേഷ്യം തോന്നുന്നത് ഒരു കുറ്റമാണോ? അയ്യേ, നീ എന്തിനാ കരയുന്നേ? ഇതൊക്കെ പണ്ട് നടന്ന കാര്യങ്ങളല്ലേ. നീ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിനിങ്ങനെ കരയേണ്ട കാര്യമൊന്നുമില്ല. കരയല്ലേ? പോലീസുകാര് കാരണം ഗിരിയേട്ടനും കുടുംബത്തിനും കുറെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു.
പക്ഷെ ആ അനുഭവങ്ങൾ ഉണ്ടാക്കിയ മുറിവുകളുടെ ആഴം ഇപ്പോഴെനിക്ക് മനസ്സിലായത്. ഗിരിയേട്ടൻ എന്റെ ജോലി വെറുക്കാൻ തക്കതായ കാരണമുണ്ട്. ഇനി അങ്ങോട്ട് അത് മനസ്സിലാക്കിയിട്ടേ ഞാൻ പെരുമാറും. നീ കുഴമ്പ് തേക്ക്.